അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും എപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരയുന്ന ഒരു കാര്യമുണ്ട്: വിജയം, സക്സസ്. എന്താണ് യഥാർത്ഥത്തിൽ വിജയം? ബാങ്ക് അക്കൗണ്ടിലെ വലിയൊരു തുകയാണോ? അതോ വലിയൊരു വീടും കാറുമാണോ? ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണോ വിജയം? ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും മോട്ടിവേഷണൽ സ്പീക്കർമാരുടെയും പ്രഭാഷണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊന്നുമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്കനുസരിച്ച് എങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായും വിജയകരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ക്ഷമയും പ്രതിസന്ധികളും, സബർ ആൻഡ് ഹാർഡ്ഷിപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെർവസാവും, അല്ലേ? നിരാശയായിട്ടോ ഉണ്ടാകും. എന്നാൽ സിൻസാറുൽ ഹക്ക് ഉദവിയെ പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ് അള്ളാഹു നൽകുന്നത് എന്ന്. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് നമ്മൾ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും നിരാശരാവില്ല. ഖുർആൻ പറയുന്നു, തീർച്ചയായിട്ടും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ഖുർആനിൽ തന്നെ ആ ഒരു വാക്കുണ്ട്. ജീവിതത്തിലെ പരാജയങ്ങൾ ഒരു പാഠമായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശീലിക്കുക. അതാണ് വിജയത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. നമുക്ക് ഒരു സങ്കടം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം? പടച്ചവനെ വിളിച്ച് ദുആ ചെയ്യാതെ അത് ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കും, അല്ലേ? നമ്മൾ ഒന്ന് പടച്ചവനെ ചിന്തിച്ച് നോക്കുക. എൻ്റെ പടച്ചവൻ എനിക്ക് അതിനൊരു വഴി കാട്ടിത്തരും, അല്ലെങ്കിൽ എനിക്കിത് തന്നതിന് അതിനപ്പുറമുള്ള വലിയത് എനിക്ക് സന്തോഷം തരാനായിരിക്കും എന്നുള്ളൊരു മനസ്സ്, ആ ഒരു ചിന്ത അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിൻ്റെ പടിയിലേക്ക് കയറി. അതുപോലെ പോസിറ്റീവ് തിങ്കിങ് ആണ് ഇസ്ലാമിൽ. ഇതിനെ ഹുസ്നുദ്ദൻ, അള്ളാഹുവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുക എന്ന് പറയാം. പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് ചിന്താഗതി. നാളെ എനിക്ക് നല്ലതേ സംഭവിക്കുമോ? അതാ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഹുസ്നുദ്ദൻ. നാളെ എനിക്ക് നല്ലതേ സംഭവിക്കുമോ, എൻ്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകും എന്നൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉന്മേഷത്തോടെ നിലനിർത്തും, അല്ലേ? ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എത്ര വലിയ പ്രശ്നം വന്നാലും അതൊക്കെ ഒന്നൊരു അയാളെ കണ്ടാൽ തോന്നില്ല അയാൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അവർ പക്ഷെ മനസ്സിലുണ്ടാകും സങ്കടം, ദുഃഖമൊക്കെ ഉണ്ടാകും. പക്ഷെ അയാൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, എൻ്റെ പഠിച്ചോനെ എനിക്ക് നല്ലതേ തരൂ. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു നിരാശയായിട്ടിരിക്കാനേ തോന്നൂല, നമുക്കൊരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അവർ ഉന്മേഷത്തോടെ ആയിരിക്കും ഉണ്ടാവുക. സമയത്തിൻ്റെ മൂല. നമ്മൾ പലരും റീലുകളും ഷോർട്സും കണ്ട് സമയം കളയാറുണ്ട്, അല്ലേ? എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് അവർക്ക് ഏറ്റവും. ടൈം മാനേജ്മെൻറ്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ എപ്പോഴും വഞ്ചിക്കപ്പെടാറുണ്ട്. അതിലൊന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവുമാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. അതിനുശേഷം ഫജ്റിന് ശേഷം ഉറങ്ങാതെ അന്നത്തെ ദിവസത്തെ ജോലികൾ, ഇന്ന് എനിക്ക് എന്ത് ജോലിയാണ് ചെയ്യാനുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹൗസ് വൈഫാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അന്ന് വീട്ടിൽ പാചകം ചെയ്യാനുണ്ടാകും, വീട് ക്ലീൻ ചെയ്യാനുണ്ടാകും. അതിനൊക്കെ ഇന്ന ടൈം എന്താണ് നമുക്കിന്ന് പാചകം ചെയ്യാനുള്ളത്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്, അതൊക്കെ ഒരു ടൈം എന്താണ്, അതിനൊക്കെ ഒരു ഷെഡ്യൂൾ വെക്കുക. ആ പാചകം ചെയ്യുന്ന ടൈമും നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമൊക്കെ ഒരു ഷെഡ്യൂൾ, ഒരു സമയം, ആ ടൈമിനുള്ളിൽ കഴിയണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. എൻ്റെ പണിക്ക് വേഗം കഴിയണം എന്നൊക്കെയുള്ളൊരു ചിന്ത, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ. അല്ലാതെ അത് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം, തോന്നുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ടൈം ഇട്ടട്ടെ, കുറച്ച് സമയം ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരു ടൈമിനൊരു മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മളെ ജീവിതം അതുപോലെ തന്നെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ടൈം ഷെഡ്യൂൾ, ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കുക. പ്രഭാതത്തിലെ ദുആ കഴിഞ്ഞതിന് ശേഷം ഒരു ടൈം മാനേജ്മെൻറ്റ് ഒന്ന് മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. ഇന്നത്തെ ജോലികളുടെ ഒരു പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലും പഠനത്തിലും ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്ക് തന്നെ അത് അനുഭവിച്ചറിയാൻ പറ്റും. അടുത്തത് ദുആയും തവക്കുലും. പ്രയർ ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ എന്തൊക്കെ കഠിനാധ്വാനം ചെയ്താലും ആത്യന്തികമായ വിജയം നൽകുന്നത് നമ്മുടെ പടച്ച സൃഷ്ടാവാണ്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഒരു പ്രയത്നത്തോടൊപ്പം
ജോബും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണം. അതിൻ്റെ കൂടെ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? നമ്മുടെ പ്രാർത്ഥനയും ദുആയും വേണം. ഫലത്തെ അള്ളാഹു ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു ഫലം ഉണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലേക്ക് ദുആ ചെയ്യണം അള്ളാഹിനോട്. അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കണം, തവക്കുൽ ചെയ്യണം. വളരെ പ്രധാനമാണത്. ഇത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു മാനസിക സമാധാനം നൽകും, ഉറപ്പാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ വിജയം എന്നത് ഈ ദുനിയാവിലെ ഈ ലോകത്തെ സമാധാനവും പരലോകത്തെ ആഖിറത്തിലെ വിജയവുമാണ്. ലക്ഷ്യബോധത്തോടെ നമ്മൾ ജീവിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സമയം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഒരുപാട് സമയം ഒരുപാട് ജോലികൾ ചെയ്ത് വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പഠിച്ചവന് വേണ്ടി ദുആ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളൊരു സമയം, അതിനുള്ളൊരു സമയം നമ്മളെപ്പോഴും കണ്ടെത്തണം. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷണൽ ഒരു വീഡിയോ ആയിട്ട് ഇത് കാണണം. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്ലാമിക് മോട്ടിവേഷണൽ സ്പീക്കർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കൂട്ടുകാരെ, ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. അതുകൊണ്ട് തോറ്റുപോയി എന്ന് കരുതി ആരും നിരാശരാകരുത്. വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ തന്ന ജീവിതം നീ എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ മറുപടി പറയാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കണം. ഈ ദുനിയാവിലും പരലോകത്തും അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.